ഹായ്. അപ്പോൾ നിങ്ങൾ തമ്പനയില് കണ്ടിട്ടുണ്ടാവും. ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ അല്ല. ഇന്ന് പറയുന്നത് ദാവീദിനെയാണ്. അപ്പോൾ ദാവീദിന്റെ പുത്ര എന്ന് യേശുവിനെ അറിയപ്പെടാൻ മാത്രം ദാവീദ് എന്തായിരുന്നു നമുക്ക്? അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ദാവീദ് എങ്ങനെയുള്ള രാജാവായിരുന്നു എന്നാണ് നമ്മളിന്ന് കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യരിലൂടെ ദൈവത്തെ സ്നേഹിച്ച ഒരു മഹാനായ ഒരു വ്യക്തിയാണ് ദാവീദ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. അപ്പോൾ ഞാൻ പറഞ്ഞ വചനം, അതായത് ആദ്യം പറഞ്ഞ വചനം വരുന്നത് മത്തായി എഴുതിയ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 27-ാം വാക്യമാണ്. അന്തർക്ക് കാഴ്ച നൽകുന്നു. ആ ഭാഗങ്ങളൊന്നും പറയുന്നില്ല, പക്ഷേ എഴുതിയ വചനം മാത്രം പറയണം. 27-ാമത്തെ വചനം: യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മളിന്ന് കണ്ടെത്താൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അന്ധന്മാർ അല്ലെങ്കിൽ സമൂഹത്തിൽ തഴയപ്പെട്ട ആൾക്കാർ വരെ ദാവീദിനെ വെച്ച് ദൈവത്തെ കാണാൻ, ദാവീദിന്റെ പുത്ര എന്ന് പറഞ്ഞ് കാണാൻ എന്താണ് അവർക്കുണ്ടായ ഒരു സാഹചര്യം എന്ന് നമുക്കിന്ന് കണ്ടെത്താം. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ദാവീദിൻ്റെ കാലത്തേക്കാണ്. ദാവീദിൻ്റെ കാലത്തേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് ദാവീദ് എങ്ങനെ ദൈവത്തെ മനുഷ്യരിലൂടെ സ്നേഹിച്ചു. അത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു കാര്യമാണ് സാവൂൾ രാജാവിന് വെറുതെ വിടുന്നു. അപ്പോൾ ഇതാദ്യം വചനം വായിച്ചിട്ട് ആ സന്ദർഭം വിവരിക്കാം. അപ്പോൾ 1 സാമുവേലിൻ്റെ 24-ാം അധ്യായത്തിലാണ് നമ്മൾ സാവൂളിനെ വെറുതെ വിടുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നത്. വചനം വായിക്കാം. 1 സാമുവേലിൻ്റെ 24-ാം അധ്യായം 1 മുതൽ. സാവൂളിനെ വെറുതെ വിടുന്നു. ഫിലിസ്തീനെ തുരത്തിയതിനു ശേഷം മടങ്ങി വന്നപ്പോൾ ദാവീദ് എൻഗേദിയിലെ മരുഭൂമിയിലുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി. ഉടനെ അവൻ ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുത്ത 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അനുചരന്മാരെയും അന്വേഷിച്ചു. കാട്ടാടിൻ പാറകളിലേക്ക് പോയി അവൻ വഴിയരികിലുള്ള ആലകളിലെത്തി അവിടെ ഒരു ഗുഹയിൽ വിസർജനത്തിനായി കടന്നു. അതേ ഗുഹയുടെ ഉള്ളറകളിലായിരുന്നു ദാവീദും അനുയായികളും ഒളിച്ചിരുന്നത്. ദാവീദിനോട് അനുയായികൾ പറഞ്ഞു: ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ഇഷ്ടമുള്ളത് അവനോട് ചെയ്യാം എന്ന് കർത്താവ് അങ്ങയോട് പറഞ്ഞിരുന്ന ആ ദിവസം ഇതാണ്. ദാവീദ് എഴുന്നേറ്റു സാവൂളിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. അതോർത്ത് അവൻ പിന്നീട് വ്യസനിച്ചു. അവൻ അനുയായികളോട് പറഞ്ഞു: എൻ്റെ യജമാനെതിരെ കൈയുയർത്താൻ അവിടുന്ന് ഇടവരുത്താതിരിക്കട്ടെ, എന്തെന്നാൽ അവൻ കർത്താവിൻ്റെ അഭിഷിക്തനാണ്. ഇങ്ങനെ പറഞ്ഞ് ദാവീദ് തൻ്റെ അനുയായികളുടെ മേൽ നിയന്ത്രണം ചെലുത്തി സാവൂളിനെ ആക്രമിക്കാൻ അനുവദിച്ചില്ല. സാവൂൾ ഗുഹയിൽ നിന്ന് ഇറങ്ങി തൻ്റെ വഴിക്ക് പോയി. അപ്പോൾ ഈ ഒരു സന്ദർഭം നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് ദാവീദിനെ വധിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കയ്യിൽ നിന്ന് രാജ്യത്വം എടുത്തിട്ട് ദൈവം അത് ദാവീദിന് കൊടുത്തു എന്ന് സാവൂളിന് മനസ്സിലായി. കാരണം ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ സാവൂൾ വിശ്വസ്തത പുലർത്തിയില്ല. അപ്പോൾ സാമുവേൽ പ്രവാചകനിലൂടെ സാവൂളിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു: നിന്റെ കയ്യിൽ നിന്ന് രാജ്യത്വം ഞാൻ എടുത്ത് മാറ്റുകയാണ്, വേറൊരാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ദാവീദാണ് അതിന് അർഹനായതെന്ന് സാവൂളിന് മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ സാവൂളിന് ദാവീദിനെ കൊല്ലണം. കാരണം മകനെ രാജാവാക്കണം. അപ്പം സാവൂളിൻ്റെ മകനെ രാജാവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ദാവീദിനെ കൊല്ലണത്. അതുമാത്രമല്ല, സാവൂളിൻ്റെ രാജകൊട്ടാരത്തിലെ ഒരു സേവകനായിരുന്നു. പിന്നീട് അത് ദാവീദിനെ പടത്തലവനാക്കി, സൈന്യാധിപനാക്കി, അങ്ങനെ ഒരുപാട് ഉയർത്തി കൊണ്ടുവന്ന ആളാണ് സാവൂള്. പിന്നെ ദാവീദ് ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000 എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ ഒരു ഇന്റേണൽ ഒരു പൊളിറ്റിക്സോ അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ അന്ന് സാവൂളിൽ ഉണ്ടായിട്ടുണ്ട്. ദാവീദിനോട് വെറുപ്പ് തോന്നാനും പകയും വിദ്വേഷമൊക്കെ തോന്നാൻ അന്ന് സാവൂളിന് കുറേ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ദാവീദിനെ അന്വേഷിച്ചിട്ട് സാവൂള് കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് 3000 ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് ദാവീദിനെ കൊല്ലാൻ പോണത്. കാരണം ദാവീദ് യുദ്ധനിപുണനാണെന്ന് സാവൂളിനറിയാം. അപ്പോൾ അങ്ങനെ പോയൊരു സാഹചര്യത്തിലാണ് ഒരു ഘട്ടത്തിൽ ദാവീദ് ഒളിച്ചിരുന്ന ഗുഹയിൽ തന്നെ സാവൂൾ വന്നു. സാവൂൾ വന്നപ്പോൾ ആ സാവൂളിൻ്റെ മേലങ്കിയുടെ ഒരു കഷ്ണം വെട്ടിയെടുത്തിട്ട് ദാവീദ് അത് വെട്ടിയെടുത്തതിനെ പറ്റി പിന്നീട് ദാവീദ് ദുഃഖിക്കുന്നുണ്ട്. അപ്പോൾ അനുചരന്മാരൊക്കെ പറഞ്ഞല്ലോ, അതായത് ഇന്നാണ് നിന്റെ ശത്രുവിനെ ഏൽപ്പിച്ച് തന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും ദാവീദ് ആകെ കൂടി മനസ്സിൽ കണ്ടത് ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, അദ്ദേഹത്തെ ഞാനൊന്നും ചെയ്യില്ല, ദൈവമാണ് അഭിഷേകം ചെയ്ത് രാജാവാക്കിയത്. അങ്ങനെ പറഞ്ഞിട്ട് അന്ന് ദാവീദ് ആ ഒപ്പമുള്ള ആൾക്കാരോട്
മറ്റ് സമാധാനത്തിലിരിക്കാൻ പറഞ്ഞു. ഇതേപോലൊരു സന്ദർഭം പിന്നീട് ഉണ്ടാവുന്നുണ്ട്. അത് 1 സാമുവേലിൻ്റെ തന്നെ 26-ാം അധ്യായത്തിലാണ്. അപ്പോൾ 26-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ വചനം വരുന്ന ഭാഗം നമുക്ക് 6 മുതൽ 12 വരെയാണ്. അപ്പോൾ ഞാനത് വായിക്കാം. അപ്പോൾ ഈ 26-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് തന്നെ വരുന്നത് ദാവീദ് സാവൂളിനെ വധിക്കാതെ വിടുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ വചനം വായിക്കുന്നത് 6-ാം വാക്യം മുതലാണ്. അപ്പോൾ വചനം കേൾക്കാം. ദാവീദ് ഹിത്യനായ അഹിമെലക്കനോടും സെരൂയയുടെ മകനും യോവാബിൻ്റെ സഹോദരനുമായ അബിഷായിയോടും ചോദിച്ചു, സാവൂളിൻ്റെ പാളയത്തിലേക്ക് എന്നോടുകൂടെ നിങ്ങളിൽ ആര് പോരും? അബിഷായി പറഞ്ഞു, ഞാൻ പോരാം. ദാവീദും അബിഷായും രാത്രിയിൽ സൈന്യത്തിൻ്റെ അടുത്തെത്തി. സാവൂൾ തൻ്റെ കുന്തം തലയ്ക്കൽ കുത്തി നിർത്തിയിട്ട് കൂടാരത്തിൽ കിടക്കുകയായിരുന്നു. അബ്നേറും പടയാളികളും ചുറ്റും കിടന്നിരുന്നു. അബിഷായി ദാവീദിനോട് പറഞ്ഞു, നിന്റെ ശത്രുവിനെ ദൈവം ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ കുന്തം കൊണ്ട് ഒറ്റ കുത്തിന് നിലത്ത് തറയ്ക്കാം. രണ്ടാമത് ഒന്നുകൂടി കുത്തേണ്ടി വരില്ല. ദാവീദ് അബിഷായിയോട് പറഞ്ഞു, അവനെ കൊല്ലരുത്. കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്ക് കഴിയും? കർത്താവാണെ അവിടുന്ന് അവനെ ശിക്ഷിച്ചുകൊള്ളും. യഥാകാലം അവൻ മരിക്കുകയോ യുദ്ധത്തിൽ വധിക്കപ്പെടുകയോ ചെയ്യും. അപ്പോൾ ഇതാണ് ദാവീദ് പറഞ്ഞത്. അതായത് തന്നെ പിന്നീടും ആക്രമിക്കാൻ വന്ന സാവൂളിൻ്റെ പാളയത്തിലേക്ക് ദാവീദ് ധൈര്യസമേതം കയറി ചെല്ലുകയാണ്. എന്തും വരട്ടെ, കാരണം കുറേ ഓടുന്നല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ സാവൂളിനെയൊക്കെ നല്ല ഗാഢനിദ്രയിൽ ദൈവം ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് ദൈവം ദാവീദിനെ പരീക്ഷിച്ചതാവും. കാരണം തൻ്റെ അഭിഷിക്തനെ ഏത് സാഹചര്യത്തിലാണെങ്കിലും വധിക്കാനോ അല്ലെങ്കിൽ അവനെതിരെ കരമുയർത്താനോ നമുക്ക് അർഹതയില്ല. അപ്പം അത് ദൈവം ദാവീദിനെ പരീക്ഷിച്ചറിഞ്ഞതാവണം. കാരണം ദാവീദ് എന്ന ഒരു നീതിമാനെ ദൈവം അന്ന് കണ്ടെത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാവും അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതും. അല്ലെങ്കിൽ അത്രയും വലിയ ഒരു പട്ടാളത്തിൻ്റെ ഇടയിലേക്ക് ദാവീദ് ഒരാളായിട്ട് മാത്രം ചെന്ന് ഈ സാവൂളിൻ്റെ തലക്കിലുള്ള കുന്തമൊക്കെ എടുത്തിട്ട് വരാൻ ദാവീദിന് ധൈര്യം കിട്ടണമെങ്കിൽ അത് കർത്താവിൻ്റെ ഇടപെടലാണ്. കാരണം ഇനിയെങ്കിലും എന്നെ പിന്തുടരാതെ പോ, കാരണം എനിക്ക് അങ്ങയോടൊരു ഉദ്ദേശമില്ല എന്ന് സാവൂളിനെ അറിയിക്കണം ദാവീദിനെ. അപ്പോൾ ദൈവം അതിൻ്റെ അവസരം കൊടുത്തു. ഒരുപക്ഷെ അത് ദാവീദിനെ പരീക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരു അവസരം ഉണ്ടാക്കിയതാവും, അല്ലെങ്കിൽ ഒരു സന്ദർഭം ഉണ്ടാക്കിയതാവും, തൻ്റെ അഭിഷിക്തൻ്റെ മേൽ കരമുയർത്താതിരിക്കാൻ. പിന്നെ നമുക്ക് വരുന്ന അടുത്തൊരു ഘട്ടം വരുന്നത് എങ്ങനെയാണ് ദൈവത്തെ ദാവീദ് മനുഷ്യരിലൂടെ സ്നേഹിച്ചു എന്നുള്ള അടുത്തൊരു ഘട്ടം വരുന്നത് 30-ാം അധ്യായത്തിലാണ്. 1 സാമുവേലിൻ്റെ തന്നെ 30-ാം അധ്യായത്തിൽ. അപ്പോൾ ഈ 30-ാം അധ്യായത്തിൽ നമ്മൾ 21 മുതൽ 31 വരെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞിട്ട്, അമലേക്കരായിട്ടുള്ള യുദ്ധം കഴിഞ്ഞിട്ട്, ശരിക്കും നമ്മൾ ഫിലിസ്തീയരുടെ കൂടെ ദാവീദ് കുറച്ച് നാൾ പോയി നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാവൂള് ഇസ്രായേൽ രാജ്യത്ത് ആകെ ദാവീദിനെ നട്ടോട്ട് ഓടിച്ചു. ഇനി നിക്കക്കളിയില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ദാവീദ് ആ സമയത്ത് ജെറുസലേമിൻ്റെ ശത്രു രാജ്യമാണ് ഫിലിസ്തീർ. എങ്കിൽ പോലും ദാവീദ് നേരെ പോയിട്ട് ഫിലിസ്തീൻ രാജ്യത്ത് ഉള്ളൊരു നാട്ടുരാജാവിൻ്റെ അടുത്ത് പോയിട്ട് അഭയം തേടി. അങ്ങനെ അഭയം തേടിയിട്ട് അവരുടെ കൂടെയാണ് ഇപ്പോൾ ദാവീദ് താമസിക്കുന്നത് ഈ പറയുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഈ അമലേക്കരുമായിട്ടുള്ള യുദ്ധം, അപ്പോൾ അങ്ങനെ അമലേക്കരായിട്ടുള്ള യുദ്ധം ഉണ്ടാവാൻ കാരണം ഫിലിസ്തീർ ഒരു വട്ടം ജെറുസലേമായിട്ട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ ദാവീദും ഫിലിസ്തീരുടെ കൂടെ ഉണ്ട്. അപ്പോൾ ദാവീദ് ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യാൻ, അതായത് സാവൂളിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഫിലിസ്തീനിലെ മറ്റു പ്രമാണികൾ പറഞ്ഞു, ദാവീദ് എങ്ങനെയാണെങ്കിലും ഇസ്രായേൽക്കാരനാണ്. അപ്പോൾ പിന്നെ കൂടാതെ സാവൂളിൻ്റെ മുൻ സേനാധിപനായിരുന്നു. ഈ ദാവീദ് 10,000 കൊന്നു, അല്ലെങ്കിൽ സാവൂൾ 1000 കൊന്നു എന്നൊക്കെ പറഞ്ഞ് ദാവീദിനെ പറ്റി ഇസ്രായേൽ ജനം കീർത്തിച്ച ഇതൊക്കെ അവർക്കറിയാം, ഫിലിസ്തീർക്ക് അറിയാം. കാരണം ഫിലിസ്തീനായ ഒരാളിനെയാണല്ലോ ഗോലിയാത്തിനെ അന്ന് കൊന്നത് ദാവീദ്. അപ്പോൾ അവർക്ക് ഓൾറെഡി ദാവീദ് ഈ ഫിലിസ്തീരുടെ കൂടെയാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നല്ല സംശയമുണ്ട്. കാരണം ദാവീദ് എന്തെങ്കിലും ചതിച്ചാലോ എന്നുള്ളതിൽ. അപ്പോൾ ദാവീദിനെ ഒപ്പം കൊണ്ടു നിർത്തിയ ആൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്ത് ചെയ്തു, മറ്റുള്ളവരുടെ ഈ മറ്റ് പ്രമുഖന്മാരുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് ദാവീദിന് അഭയം കൊടുത്ത ഫിലിസ്തീൻ രാജാവ് എന്ത് ചെയ്തു, ദാവീദെ നീ വരണ്ട, ഞങ്ങളുടെ കൂടെ വരണ്ട എന്ന് പറഞ്ഞു. ആ തിരിച്ചു വരുന്ന സമയത്ത് ദാവീദ് ഈ ഫിലിസ്തീൻ കൂടെ യുദ്ധത്തിന് പോയി എന്ന് അറിഞ്ഞപ്പോൾ അവിടെ ആണുങ്ങളില്ല. എല്ലാവരായിട്ടാണ് പോണത് യുദ്ധത്തിന്, യുദ്ധശേഷിയുള്ള എല്ലാവരായിട്ടാണ് പോണത്.
ഫിലിസ്തീന്റെ കൂടെ ഇസ്രായേലിനെ യുദ്ധം ചെയ്യാൻ. അപ്പോൾ ആ ഗ്യാപ്പിൽ വന്നിട്ടാണ് അമലേക്കിൽ വന്ന് ഈ ദാവീദിന്റെ പാളയത്തിലും ഒക്കെയുള്ള എല്ലാവരും പിടിച്ചുകൊണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതറിഞ്ഞിട്ട് ദാവീദ് തിരിച്ചു വരിക. അപ്പോൾ ദൈവം ഒരു സാഹചര്യം ഉണ്ടാക്കിയതാവും, ഫിലിസ്തീൻ പ്രമുഖന്മാരോട് പറഞ്ഞിട്ടുണ്ടാവും, അതായത് ദാവീദിനെ കൂട്ടണ്ടാന്ന്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണത്, ഇവിടെ അമലേക്കിൽ ദാവീദിന്റെ പാളയത്തിലെ ആക്രമിച്ചു. അത് ദൈവം അത് തടയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അന്ന് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദാവീദ് തിരിച്ചു വരികയാണ്. ദാവീദ് തിരിച്ചു വന്നിട്ട് അമലേക്കരോട് യുദ്ധം ചെയ്ത് തൻ്റെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരികയാണ്. തൻ്റെ നിന്ന് പിടിച്ചു കൊണ്ടുപോയ സ്വത്തും സ്വർണവും മറ്റേ തൻ്റെ ഭാര്യമാരെയും കുട്ടികളെയും ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരികയാണ് ദാവീദ്. അപ്പോൾ അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ദാവീദ് അവരുടെ ഉള്ളതും കൂടി കൊള്ളയടിച്ചു. ഇവിടുന്ന് കൊണ്ടുപോയത് മാത്രമല്ല, അവരുടെ നിന്ന് കിട്ടിയതും കൂടിയും കുറേ കൂടിയും കൊള്ളയടിച്ചിട്ടാണ് ദാവീദ് വരണേ. അങ്ങനെ വരുമ്പോൾ ഉണ്ടായ ഒരു സാഹചര്യമാണ് പറയണത്, തൻ്റെ കൂടെ പോരാൻ. അപ്പോൾ 1 സാമുവേലിൻ്റെ 30-ാം അധ്യായത്തിൽ 21 മുതലാണ് വായിക്കുന്നത്. തൻ്റെ കൂടെ പോരാൻ സാധിക്കാതെ ക്ഷീണിച്ചവസരായി ബസോർ നീർച്ചാലിനടുത്ത് താമസിച്ചിരുന്ന 200 പേരുടെ അടുക്കിലേക്ക് ദാവീദ് ചെന്നു. അവർ അവനെയും അവൻ്റെ കൂടെ പോയിരുന്നവരെയും എതിരേൽക്കാൻ ഇറങ്ങി ചെന്നു. ദാവീദ് അടുത്ത് ചെന്ന് അവരെ അഭിവാദനം ചെയ്തു. ദാവീദിനോടൊപ്പം പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായവർ പറഞ്ഞു, അവർ നമ്മോടൊത്ത് പോരാതിരുന്നതിനാൽ നാം വീണ്ടെടുത്ത കൊള്ളവസ്തുക്കളിൽ ഒന്നും അവർക്ക് കൊടുക്കരുത്. ഓരോരുത്തരും ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളട്ടെ. അപ്പോൾ ദാവീദ് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കൊള്ളക്കാരായ ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിച്ച് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന കർത്താവിൻ്റെ ദാനങ്ങളാണിവ. ഇക്കാര്യത്തിൽ നിങ്ങളുടെ വാക്കുകൾ ആര് കേൾക്കും? യുദ്ധത്തിന് പോകുന്നവൻ്റെയും ഭാണ്ഡം സൂക്ഷിക്കുന്നവൻ്റെയും ഓഹരി സമമായിരിക്കണം. അതായത് അമലേക്കരായിട്ട് യുദ്ധത്തിന് പോയപ്പോൾ 600 പേരായിട്ടാണ് പോണത്. അപ്പോൾ അതിൽ ഒരു 200 പേര് ഒരു ഘട്ടത്തിൽ നദി കടക്കേണ്ട സമയമൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, ക്ഷീണിതരാണെന്നൊക്കെ പറഞ്ഞ് അവരവിടെ തമ്പടിച്ചു. അപ്പോൾ ആ തമ്പടിച്ചവരുടെ കയ്യിലാണ് ഇവര് ഈ യുദ്ധത്തിന് പോയ 400 പേരുടെ ഭാണ്ഡമൊക്കെ ഏൽപ്പിച്ചിട്ട് പോയത്. എന്നിട്ടാണ് തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുന്ന സമയത്ത് ഈ 400 പേരാണ് കൂടുതൽ അധ്വാനിച്ചത്. ആ അധ്വാനിച്ചവർക്ക് ഈ വെറുതെ ഇരുന്ന, അല്ലെങ്കിൽ ഭാണ്ഡം സൂക്ഷിക്കാൻ വേണ്ടി വെറുതെ നദിയുടെ അപ്പുറത്തിരുന്ന ആൾക്കാരോട് വിദ്വേഷം തോന്നിയിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്രസക്ത ഭാഗം നമ്മുടെ ദാനിയേൽ പൂനത്തിങ്കലച്ചൻ ഒരു വചന പ്രഘോഷണ വേദിയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് എന്താണ് കൂലി? അപ്പോൾ മിക്കവാറും ദാനിയേലച്ചൻ അന്ന് പറഞ്ഞ സന്ദർഭത്താണ് ദാനിയേലച്ചനും മറ്റുള്ള ആൾക്കാരൊക്കെയാണ് സ്റ്റേജിലൊക്കെ നിന്ന് വചനം പ്രഘോഷിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ പിന്നണിയിൽ ഒരുപാട് പേര് ഇത്തരം ദൈവ പ്രവർത്തകർക്ക്, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാനിയേലച്ചന് കിട്ടുന്ന അതേ കൂലി തന്നെയാണ് ആ ഒരു സമൂഹത്തിനും മധ്യസ്ഥം വഹിക്കുന്ന ആ മറ്റുള്ള ജനങ്ങൾക്കും ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവർക്കും കിട്ടുന്നത് എന്നാണ് ഈ വചനം വെച്ചിട്ടാണ് ദാനിയേലച്ചൻ അന്ന് പറഞ്ഞത്. അത് ഭയങ്കര ഒരു തിരിച്ചറിവാണ്. അപ്പം ഞാൻ ആ കാര്യം എനിക്ക് ദാനിയേലച്ചൻ്റെ നിന്ന് കിട്ടിയ ഒരു അറിവ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച് ദാനിയേലച്ചൻ്റെ നിന്ന് കിട്ടിയ അറിവ്, അത് ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്തതാണ് ഇതിൻ്റെ ഇടയിൽ. പിന്നെ ദാവീദ് വേറെ ഇതിന് ശേഷം വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടർന്ന് വായിക്കാം. അന്നു മുതൽ ഇന്ന് വരെ ഇസ്രായേലിൽ ഇതൊരു ചട്ടവും നിയമവുമായി തീർന്നു. ദാവീദ് സിക്ലാഗിലെത്തി. കൊള്ളവസ്തുക്കളിൽ ഒരു ഭാഗം തൻ്റെ സുഹൃത്തുക്കളായ യൂദായിലെ ശ്രേഷ്ഠന്മാർക്ക് കൊടുത്തയച്ചു കൊണ്ട് പറഞ്ഞു, കർത്താവിൻ്റെ ശത്രുക്കളെ കൊള്ളയടിച്ചതിൽ നിന്ന് ഇതാ നിങ്ങൾക്ക് ഒരു സമ്മാനം. ബേതേൽ, നെഗബിലെ, റാമോത്ത്, യത്തീർ എന്നിവിടങ്ങളിലുള്ളവർക്കും അരോവർ, സിഫ്മോത്ത്, എസ്തെമോവ, റാക്കൽ, ജെറോമേലിയരുടെയും കേനിയരുടെയും പട്ടണങ്ങൾ, ഹോർമ, ബൊറാഷാൻ, അത്താക്ക്, ഹെബ്രോൺ എന്നിങ്ങനെ ദാവീദും അവൻ്റെ ആളുകളും ചുറ്റിത്തിരിഞ്ഞ സ്ഥലങ്ങളിലുള്ള എല്ലാവർക്കും ഓരോ ഭാഗം കൊടുത്തയച്ചു. അപ്പോൾ ദാവീദ് ചുറ്റിത്തിരിയാനുണ്ടായ സാഹചര്യം, സാവൂൾ അത്യാവശ്യം ഓടിച്ചിട്ടുണ്ട് ദാവീദിനെ. അപ്പോൾ ഓടിച്ചപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലൂടെ ദാവീദ് നാട്ടുപ്രദേശങ്ങളിലൂടെയൊക്കെ പോയി. ആ പോയ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ദാവീദിനെ കുറെ സപ്പോർട്ട് ചെയ്തു. അവർക്ക് താമസിക്കാനും അല്ലെങ്കിൽ ഭക്ഷണത്തിനൊക്കെ ഉള്ള സ്ഥലങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. അപ്പോൾ അവർക്കൊക്കെ ദാവീദിനെ ഈ അമലേക്കരന്ന് പിടിച്ചെടുത്ത കൂടുതലായിട്ടും അല്ലെങ്കിൽ എക്സ്ട്രാ വന്ന എല്ലാ നല്ല ഭാഗവും, അതായത് സമ്മാനം കിട്ടിയത് അല്ലെങ്കിൽ അവിടെ നിന്ന് കൊള്ള ചെയ്ത വസ്തുവിൻ്റെ നല്ലൊരു ഭാഗം ദാവീദിനെ ആരൊക്കെ കഷ്ടകാലത്ത് സഹായിച്ചോ അവർക്കൊക്കെ ഒരു ഭാഗം കൊടുത്തേച്ചു. അപ്പോൾ ഇത് നമുക്കും ഒരു പാഠമാണ്. നമ്മളും അങ്ങനെ നമുക്കൊരു നല്ല കാലത്തിൽ നമുക്കൊരു സാമ്പത്തികമായിട്ടൊരു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ദൈവത്തെ അറിഞ്ഞ ഒരു സാഹചര്യം നല്ല ഇതുപോലെ ഉണ്ടാകുമ്പോൾ, നമ്മളും നമ്മുടെ കൂടെയുള്ളവർക്ക് ആ ദൈവസ്നേഹം പകരാനും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവരെ നമ്മൾ കൈപിടിച്ചുയർത്തണം. അപ്പോൾ ഇത് ദാവീദ് നമുക്ക് ഒരുപാട് വർഷം മുമ്പ് നമുക്ക് കാണിച്ചു തന്നൊരു കാര്യമാണ്. അത് നമുക്ക് ഏറ്റെടുക്കണം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേന്ന് അന്ന് അന്തര് പറയാൻ കാരണം ഉണ്ടായത്. കാരണം ദാവീദ് നല്ല കനിവും ദയുള്ള ഒരാളായിരുന്നു. ഓക്കെ, തുടർന്ന് നമുക്ക് കേൾക്കാം.
നമ്മൾ പിന്നെ സാവൂളിൻ്റെ മരണത്തിൻ്റെ സമയത്ത് ആ ഭാഗം നമ്മൾ വായിച്ചിട്ട് തന്നെ നമുക്കിത് പറയാം. 2 സാമുവേലിൻ്റെ 1-ാം അധ്യായത്തിലാണ്. ഹെഡിങ് തന്നെ സാവൂളിൻ്റെ മരണവാർത്ത എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് സാവൂളിൻ്റെ നമ്മൾ വായിക്കുകയാണ്. സാവൂളിൻ്റെ മരണത്തിന് ശേഷം ദാവീദ് അമ്മോനിലേക്കരെ കീഴടക്കി മടങ്ങി വന്ന് സിക്ലാഗിൽ 2 ദിവസം പാർത്തു. 3-ാം ദിവസം സാവൂളിൻ്റെ പാളയത്തിൽ നിന്ന് ഒരാൾ വസ്ത്രം കീറിക്കൊണ്ട് തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ടും ദാവീദിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. നീ എവിടെ നിന്ന് വരുന്നെന്ന് ദാവീദ് ചോദിച്ചതിന്, ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോന്നിരിക്കുകയാണ് എന്ന് അവൻ മറുപടി പറഞ്ഞു. ദാവീദ് വീണ്ടും ചോദിച്ചു, എന്തുണ്ടായി, പറയൂ. അവൻ മറുപടി പറഞ്ഞു, നമ്മുടെ സൈന്യം തോറ്റോടി, ഒട്ടേറെ പേർ മരിച്ചു വീണു. സാവൂളും മകൻ ജോനാഥനും കൊല്ലപ്പെട്ടു. ദാവീദ് അവനോട് ചോദിച്ചു, സാവൂളും ജോനാഥനും മരിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അവൻ പറഞ്ഞു, യാദൃശ്യ ഞാൻ ഗിൽബോവ കുന്നിലെത്തി. അവിടെ സാവൂൾ കുന്തം ഊന്നി നിൽക്കുന്നതും ശത്രുക്കളുടെ രഥങ്ങളും കുതിരപ്പടയും അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നതും ഞാൻ കണ്ടു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ടു. എന്നെ വിളിച്ച് ഞാൻ വിളി കേട്ടു. അവൻ ചോദിച്ചു, നീ ആരാണ്? ഒരു അമലേക്കൻ. ഞാൻ മറുപടി പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, വന്ന് എന്നെ കൊല്ലുക. ഇതാ ഞാൻ വേദന കൊണ്ട് നീറുന്നു, എൻ്റെ പ്രാണൻ വിട്ടു പോകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അടുത്ത് ചെന്ന് അവനെ വധിച്ചു. അവൻ വീണുപോയാൽ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവൻ ധരിച്ചിരുന്ന കിരീടവും തോൾവളയും ഞാൻ എടുത്തു. ഇതാ അവ അങ്ങയുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ വയ്യാതെ കടന്ന, അതായത് മരിക്കാറായി, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് സാവൂളിന് തോന്നിയപ്പോൾ ഒരാളെ കണ്ടു, എന്നൊന്ന് കൊന്ന് സഹായിക്കുക. കാരണം നമ്മളിനി വേദനിച്ച് ചിലപ്പോൾ 2-3 ദിവസമൊക്കെ കിടന്നിട്ടാവും ചിലപ്പോൾ മരിക്കുക. അപ്പം അത് വേണ്ട, പെട്ടെന്ന് മരിച്ച ആ വേദന സഹിച്ച് കിടക്കണ്ടല്ലോ, മരിക്കുന്ന ഉറപ്പായി. അപ്പം അങ്ങനെ വന്ന് അയാൾ മരിച്ചു. അപ്പോൾ അയാൾ ഒരു ദയാവധം ചെയ്തു എന്ന് പറയാം. അപ്പം അയാളെ ദാവീദ് കൊല്ലാനൊരു സാഹചര്യം ഉണ്ടായി. അത് നമുക്ക് വിരോധാഭാസമായിട്ട് തോന്നും, പക്ഷെ അതിൻ്റെ അടിയിൽ ഒരു ദൈവസ്നേഹം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ദാവീദ് ദുഃഖാതിരകത്താൽ വസ്ത്രം കീറി, കൂടെയുള്ളവരും അങ്ങനെ ചെയ്തു. സാവൂളും മകനും ജോനാഥനും കർത്താവിൻ്റെ ജനമായ ഇസ്രായേൽ കുടുംബാംഗങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ അവർ ദുഃഖിച്ച് വിലപിക്കുകയും സന്ധ്യ വരെ ഉപവസിക്കുകയും ചെയ്തു. വിവരം പറഞ്ഞ യുവാവിനോട്, നീ എവിടെ നിന്ന് വരുന്നെന്ന് ദാവീദ് ചോദിച്ചതിനെ, ഇവിടെ വന്ന് പാർക്കുന്ന ഒരു അമലേക്കൻ എന്ന് അവൻ ഉത്തരം നൽകി. ദാവീദ് അവനോട് ചോദിച്ചു, കർത്താവിൻ്റെ അഭിഷിക്തനെ വധിക്കാൻ കൈനീട്ടുന്നതിന് നീ എങ്ങനെ ധൈര്യപ്പെട്ടു? ദാവീദ് സേവകരിൽ ഒരുവനെ വിളിച്ച് അവനെ കൊന്നുകളയുക എന്ന് ആജ്ഞാപിച്ചു. അവൻ ആ അമലേക്കനെ വധിച്ചു. ദാവീദ് അമലേക്കനോട് പറഞ്ഞു, നിന്റെ രക്തത്തിന് ഉത്തരവാദി നീ തന്നെ. കർത്താവിൻ്റെ അഭിഷിക്തനെ ഞാൻ കൊന്നുവെന്ന് നിന്റെ വായി കൊണ്ട് തന്നെ നീ നിനക്കെതിരെ സാക്ഷ്യം പറഞ്ഞു പോലും. അപ്പോൾ ഇവിടെ ദാവീദ് ദൈവത്തെ ബഹുമാനിച്ചത് ഇയാളെ കൊന്നിട്ടാണ്. കൊല്ലാൻ കാരണം ഒരു അഭിഷിക്തനെ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ അവനെ നേരെ കൈ ഉയർത്തരുത്. നമ്മുടെ ഇടയിലും കുറെ അഭിഷിക്തന്മാരുണ്ട്, പുരോഹിതന്മാരായിട്ടും അല്ലെങ്കിൽ ശ്രേഷ്ഠ പുരോഹിതന്മാരായിട്ടും ഒക്കെ ഒരുപാട് പേരുന്നുണ്ട്, കന്യാസ്ത്രീമാരായിട്ടും അങ്ങനെ ഒരുപാട് പേരുണ്ട്. കർത്താവിൻ്റെ അഭിഷിക്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അവർക്കെതിരെ കൈ ഉയർത്താൻ നമുക്ക് ഒരു അധികാരവും ഇല്ല, അവരേത് സാഹചര്യത്തിൽ. അപ്പോൾ അവർ വലിയൊരു ഹീനമായ ഒരു പ്രവൃത്തി നമ്മൾ കണ്ടു, നമ്മൾ സാക്ഷികളാണ്, നമ്മൾ കരവോ സ്വരവോ അവർക്കെതിരെ ഉയർത്തണ്ട. കാരണം ദൈവം നിശ്ചയിക്കാതെ അല്ലെങ്കിൽ ദൈവം സമ്മതിക്കാതെ ഒരാൾ അഭിഷിക്തനാവാൻ പറ്റില്ല. അപ്പോൾ അയാളെ പറ്റി ദൈവം അതിന് വേണ്ട മറുപടി ദൈവം കൊടുത്തോളൂ, നമ്മളതിന് ആൾക്കാരല്ല. കാരണം ഒരാൾ അഭിഷിക്തരാവണമെങ്കിൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഇപ്പോൾ മാനുഷികമായ പല കാര്യങ്ങളെ കൊണ്ട് അവൻ പല തെറ്റുകളിലും അല്ലെങ്കിൽ അവൾ പല വീഴ്ചകളിലൊക്കെ വീണിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ അതിന് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇതാണ് അല്ലേ, അതായത് സാവൂളിനെ ഒരു തരത്തിൽ ദയാവധമാണ് ചെയ്തത് അയാൾ. സാവൂളിനെ ഇനി എളുപ്പത്തിൽ മരിച്ചോട്ടെ വിചാരിച്ച് ചെയ്ത ആളെ വരെ ദാവീദ് കൊന്നത്. അത് ദൈവത്തിന്റെ അഭിഷിക്തനെ നീ ഒരു അർത്ഥത്തിലും ഒന്നും ചെയ്യണ്ട, അവൻ ഏത് വഴിക്കെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് അങ്ങനെയാണ് ദൈവത്തെ ദാവീദ് അന്ന് മഹത്വപ്പെടുത്തിയത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മികാൽ ദാവീദിന്റെ ഭാര്യയാണ്, ദാവീദിന്റെ ആദ്യത്തെ ഭാര്യയാണ് മികാൽ. അപ്പോൾ അവളെ പറ്റിയിട്ട് നമുക്ക് പറയണത് 6-ാം അധ്യായത്തിലാണ്. 6-ാം അധ്യായത്തിലെ 16 മുതലാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിന്റെ മകൾ മികാൽ ജനലിലൂടെ നോക്കി. അതായത് ദാവീദ് കർത്താവിന്റെ പേടകം കൊണ്ടുവന്നു, ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാണ്, ഘോഷയാത്രയായിട്ട് കൊണ്ടുവരാണ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ആ ഒരു സന്ദർഭമാണ് കർത്താവിന്റെ പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിന്റെ മകൾ മികാൽ ജനലിലൂടെ നോക്കി. ദാവീദ് രാജാവ് കർത്താവിന്റെ മുൻപിൽ തുള്ളിച്ചാടി നൃത്തം വെക്കുന്നത് കണ്ടു. അവൾക്ക് നിന്ന തോന്നാനുണ്ടായ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളത് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ദാവീദ് നേരെ നമ്മുടെ കൂടാരം പ്രതിഷ്ഠിച്ചിട്ടൊക്കെ വരികയാണ്. അവൾ പേടകം കൊണ്ടും ദാവീദിന്റെ
അപ്പോൾ അവർ കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് പ്രത്യേകം നിർമ്മിച്ചിരുന്ന കൂടാരത്തിനുള്ളിൽ അതിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ദാവീദ് കർത്താവിൻ്റെ മുൻപിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. അർപ്പണം കഴിഞ്ഞപ്പോൾ ദാവീദ് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചു. സ്ത്രീ പുരുഷ ഭേദമെന്നീ ഇസ്രായേൽ സമൂഹത്തിന് മുഴുവൻ ആളൊന്നിന് ഒരു അപ്പവും ഒരു കഷ്ണം മാംസവും ഒരു മുന്തിരി അടയും വീതം വിതരണം ചെയ്തു. പിന്നെ ജനം വീട്ടിലേക്ക് മടങ്ങി. തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദാവീദ് മടങ്ങിച്ചെന്നു. ഇപ്പോഴാണ് അവൾ പറയണത്. സാവൂളിന്റെ മകൾ മികാൽ ഇറങ്ങി വന്ന് അവനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജാവ് ഇന്ന് തന്നെ എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു. ഈ പ്രശസ്തനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് പരിഹാസ ചൊവ്വയിലാണ്. അത് തുടർന്ന് നമുക്ക് മനസ്സിലാവും. തൻ്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുൻപിൽ ആഭാസനെ പോലെ നിർലജ്ജം അവൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ. ദാവീദ് മികാലിനോട് പറഞ്ഞു, നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിന്റെ ജനമായ ഇസ്രായേൽ രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത് കർത്താവിന്റെ മുൻപാകെയാണ് ഞാൻ നൃത്തം ചെയ്തത്. അപ്പോൾ സാവൂള് മരിക്കാൻ സാഹചര്യം ഉണ്ടായി. അതുപോലെ ആ സമയത്ത് സാവൂളാണ് മികാലിനെ ദാവീദിനെ ഭാര്യയായി കൊടുക്കുന്നത്. പിന്നീട് ദാവീദിനായിട്ട് തെറ്റിയപ്പോൾ സാവൂള് തിരിച്ച് മികാലിനെ തിരിച്ചെടുത്ത് വേറൊരാൾക്ക് ഭാര്യയായി കൊടുത്തു. പിന്നെ സാവൂള് പോയി. പിന്നെ സാവൂള് മരിച്ചു. ദാവീദിന് അത്യാവശ്യം അധികാരമൊക്കെ കിട്ടിയപ്പോൾ ദാവീദ് തിരിച്ച് തൻ്റെ ഭാര്യയെ കൊണ്ടുവന്നു. അങ്ങനെയാണ് മികാൽ ഇപ്പോൾ ദാവീദിന്റെ കൂടെയുള്ളത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിന്റെ ജനമായ ഇസ്രായേൽ രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത് കർത്താവിന്റെ മുൻപാകെയാണ് ഞാൻ നൃത്തം ചെയ്തത്. അപ്പൊ അവള് ഒക്കെ നല്ല രീതിയിൽ ജീവിച്ചു, നല്ല രാജപ്രൗഢിയിലൊക്കെ ജീവിച്ചു വളർന്നു. അവളുടെ നിന്നൊക്കെ അല്ലെങ്കിൽ അവളുടെ അപ്പൻ്റെ നിന്നൊക്കെ മറ്റേ രാജ്യത്തൊക്കെ എടുത്തിട്ടാണ് ദാവീദിന് കൊടുത്തത്. അത് അവള് സാക്ഷിയാണ്. അങ്ങനെ തന്നെ ദൈവത്തിന്റെ മുൻപിലാന്ന് പറഞ്ഞിട്ടാണ് ദാവീദ് മറുപടി പറയണത്. ഇത് നമുക്ക് ഉണ്ട്. നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ വളരെ ചിലപ്പോൾ നമ്മൾ നിർലജ്ജമായിട്ട് പല കാര്യങ്ങളും ചെയ്യും. സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ ലജ്ജാവഹമായിട്ടും നമ്മൾ സമൂഹം വിലയിരുത്തുക. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മതിമറക്കും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം കൈ ഉയർത്തി സ്വരത്തിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു എന്നൊക്കെ നമ്മൾ മറക്കും. അപ്പം അങ്ങനെ മറക്കുമ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ അത് കണ്ട് നമ്മളെ പരിഹസിക്കാനും നമ്മളെ നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ കുറ്റം പറയുന്നു അങ്ങനെയൊക്കെ പറയാനൊക്കെ സാധ്യത വരും. അതായത് പ്രത്യേകിച്ച് സുവിശേഷ പ്രഘോഷകർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വചനം പ്രഘോഷിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ കൂടെയുള്ളവർക്ക് അതൊരു അപമാനമായിട്ട് തോന്നും. ഒപ്പം ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാവും ചിലപ്പോൾ നമ്മൾ ആദ്യം വിമർശിക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് വരും. അപ്പോൾ എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്ന മനുഷ്യനല്ല എനിക്ക് വില തരേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വില തരേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരെ അവരുടെ വിശ്വാസത്തിൽ എങ്ങനെയെങ്കിലും ചെയ്യട്ടെ, നമ്മൾ കണ്ണടയ്ക്കുക. കാരണം അവൻ്റെ ദൈവത്തിൽ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ അവൻ ചെയ്യട്ടെ അല്ലെങ്കിൽ അവൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവനെ വിട്ടുകൊടുക്കുക. ദൈവത്തിന് ഇഷ്ടമുള്ളതാണല്ലോ അവൻ ചെയ്യണേ, അല്ലെങ്കിൽ അവൻ ദൈവത്തെ അങ്ങനെയാണ് സ്തുതിക്കുന്നത്, അങ്ങനെയാണ് ആരാധിക്കുന്നത്, അവൻ അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൗനം പാലിക്കണം. അത് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ മുൻപിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും, അതേ കർത്താവിന്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുൻപിൽ ഇതിൽ കൂടുതൽ അതിശയപാർഹനും നിന്നിനുമാകും. എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇത് നിമിത്തം എന്നെ ബഹുമാനിക്കും. സാവൂളിന്റെ പുത്രി മകൾ മരണം വരെ സന്താനരഹിതയായിരുന്നു. കാരണം അവൾക്കൊരു ശാപമായി ഭവിച്ചു. കാരണം ആ ഒരു ദിവസം ദാവീദ് തൻ്റെ കുടുംബത്തിനെ അനുഗ്രഹിക്കാനൊക്കെ വന്നപ്പോൾ എല്ലാവരുടെ മുൻപിൽ വെച്ചിട്ടാണ് മികാൽ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും അതൊരു അഭിമാനമായിട്ട് തോന്നിയിട്ട് ഇവളെന്ത് സങ്കല്പിച്ചു, അത് ഒരു അപമാനമായിട്ടാണ് മനസ്സിലാക്കിയത്. പക്ഷെ ദാവീദിന് അന്ന് അവളെ എന്തെങ്കിലും തരത്തിൽ ഒരു ആജ്ഞ കൊണ്ട് അവളെ ഇല്ലായ്മ ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ അവളും നിൽക്കണം, അവളും അവിടെ ഉണ്ടാവട്ടെ. കാരണം ദൈവത്തിന്റെ സ്നേഹം ഒരു കാലത്ത് അവൾ അറിയും. അപ്പം നമ്മളങ്ങനെ വേണം. നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെ ദൈവം നിന്നെ ശപിച്ചോളും, ദൈവം നിന്നോട് അങ്ങനെ മറുപടി തരും, ഇങ്ങനെ മറുപടി തരും എന്നൊന്നും പറയരുത്. കാരണം നമ്മളെ കുറ്റപ്പെടുത്തിയ ആളും ദൈവസ്നേഹത്തിന് അർഹനാവണം അല്ലെങ്കിൽ അർഹയാവണം എന്ന് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമിക്കണം, നമ്മൾ അവരോട് ക്ഷമിക്കണം, നമ്മൾ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇതിനൊക്കെ ഉത്തമ മാതൃകയായിരുന്നു ദാവീദ്. അപ്പം നമ്മൾ ദാവീദ് രാജാവ് എങ്ങനെ പുതിയ നിയമത്തിൽ ഇത്രയും പ്രസിദ്ധനായി എന്ന് നമ്മൾ അറിയണത് നാൾവഴികളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ഇനിയുള്ളത് നമ്മൾ അബ്സലോം കുമാരൻ ദാവീദ് രാജാവിനെ നാട് കടത്തി വധിക്കാനൊക്കെ നോക്കി. എന്നിട്ട് ദാവീദ് രാജാവ് തിരിച്ചു വരികയാണ്. അപ്പോൾ ദാവീദ്
ദാവീദ് വരുന്നതാണ്. അപ്പൊ അബ്സലോം വധിക്കപ്പെടുന്നു എന്നാണ് ആ അധ്യായം. അപ്പൊ 2 സാമുവേൽ 18-ാം അധ്യായമാണ്. അതിൽ 32, 33 നമ്മൾ വായിക്കുന്നത്. രാജാവ് കുഷ്യനോട് ചോദിച്ചു, അബ്സലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ? അവൻ പറഞ്ഞു, അവന് സംഭവിച്ചത് യജമാനന്റെ എല്ലാ ശത്രുക്കൾക്കും അങ്ങേക്കെതിരെ ഉയരുന്ന എല്ലാവർക്കും സംഭവിക്കട്ടെ. അപ്പൊ ഈ രാജാവ് കുഷ്യനോട് ചോദിച്ചു എന്ന് പറയുന്നത് രാജാവ് ദാവീദ് രാജാവാണ്. കുഷ്യൻ എന്നുള്ളത് യുദ്ധം നടക്കുന്ന സ്ഥലത്തുനിന്ന് വന്ന ഒരു ദൂതനാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എന്തായി അബ്സലോം കുമാരൻ സുഖമായിരിക്കുന്നു. ഈ അബ്സലോമിനെ പേടിച്ചിട്ടാണ് ഈ ഇസ്രായേൽ രാജ്യത്തുനിന്ന് ദാവീദ് പോയതും നാട് കടത്തപ്പെട്ടതും. ഒരു ഘട്ടത്തിൽ എല്ലാവരും കൂടി അബ്സലോമിനെതിരെയാണ് യുദ്ധത്തിന് നിൽക്കുന്നത്. അപ്പോൾ തൻ്റെ മകൻ ഒരു കാലഘട്ടത്തിൽ ശത്രുവായി മാറി, അവനെ ഒന്നും സംഭവിക്കരുതെന്ന് ഉള്ള അർത്ഥത്തിലാണ് ദാവീദ് ചോദിക്കുന്നത്. അപ്പോൾ കുഷ്യൻ പറഞ്ഞു, ഇതുപോലെ എല്ലാ ശത്രുക്കൾക്കും അല്ലെ, അവന് സംഭവിച്ചത് യജമാനന്റെ എല്ലാ ശത്രുക്കൾക്കും അങ്ങേക്കെതിരെ ഉയരുന്ന എല്ലാവർക്കും സംഭവിക്കട്ടെ. രാജാവ് വികാരാതീതനായി പടിപ്പുര മുകളിൽ കയറി വിലപിച്ചു. പോയ വഴി അവൻ പറഞ്ഞു, എൻ്റെ മകനെ അബ്സലോമേ, എൻ്റെ മകനെ അബ്സലോമേ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ. എൻ്റെ മകനെ അബ്സലോമേ, എൻ്റെ മകനെ. കണ്ടില്ലേ? അതായത് സ്വന്തം മകനാണ് ഒരു ഘട്ടത്തിൽ ശത്രുവായി, അവനൊരുപാട് സ്നേഹിച്ചു, അവൻ വലിയ ശത്രുവായി, രാജ്യദ്രോഹം എന്നുള്ള ലെവലിലേക്ക് വന്നു. എന്നിട്ട് അവനെ പേടിച്ച് ഓടി. അങ്ങനെ പേടിച്ച് ഓടിയവൻ ഒന്ന് അയാളിൽ നിന്ന് രാജ്യം വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പോലും ഈ രാജാവ് അതായത് മകൻ എന്നുള്ള കാര്യം വിട്ടിട്ട് വ്യക്തിപരമായിട്ട് അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അവനൊരു തെറ്റ് പറ്റിയതല്ലേ, അവന് പകരം ഞാൻ മരിച്ചാൽ മതി, അങ്ങനെ വരെ ചിന്തിച്ചു ദാവീദ് രാജാവ്. അപ്പോൾ ദൈവത്തെ മനുഷ്യനിലൂടെ സ്നേഹിക്കുക എന്നൊക്കെ പറയണതിൻ്റെ ഒരു വളരെ നല്ലൊരു ഉത്തമ ഉദാഹരണമാണ്. ആൾക്ക് വളരെ സങ്കടപ്പെട്ടിട്ടുണ്ട് അന്ന് ദാവീദ് രാജാവ്. പിന്നെ ഇങ്ങനെ ദാവീദ് രാജാവ് തിരിച്ചു വന്നിട്ട് പിന്നെ ഉള്ളതാണ് എനിക്ക് ഒരു കുറച്ച് കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം. അതിന് നമ്മൾ 2-3 പുസ്തകങ്ങൾ മറച്ചിട്ട് നമ്മൾ ദിനവൃത്താന്തത്തിൽ 15-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ദാവീദ് ഒളിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ 1 ദിനവൃത്താന്തത്തിൻ്റെ 11-ാം അധ്യായത്തിലാണ്. 11-ാം അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങളാണ്. അപ്പം ഞാനത് വായിച്ചിട്ട് നമുക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മൾ 11-ൽ 15-ലേക്ക് എത്തി. ഓക്കെ. ഫിലിസ്ത്യർ റഫായിം താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ 30 തലവന്മാരിൽ 3 പേർ അദുല്ലാം ശിലാഗുഹയിൽ ദാവീദിന്റെ അടുത്തേക്ക് ചെന്നു. ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു. ഫിലിസ്ത്യരുടെ പട്ടാളം ബെത്ലഹേമിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ആർത്തിയോടെ ചോദിച്ചു, ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് ആരെനിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരും? ആ 3 പേർ ഉടനെ ഫിലിസ്ത്യരുടെ പാളയത്തിലൂടെ കടന്ന് ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കുടിക്കാൻ കൊണ്ടുവന്നു. ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനിത് ചെയ്യാനിടയാകാതിരിക്കട്ടെ. ഞാൻ ഇവരുടെ ജീവരക്തം കുടിക്കുകയോ? പ്രാണൻ പണയം വെച്ചാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത്. അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല. അപ്പോൾ നോക്കി, അതായത് ദാഹിച്ചു വിവശനായി സ്വന്തം ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു, ആരാണ് എനിക്ക് വെള്ളം കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്രയും റിസ്ക് എടുത്ത് പോയിട്ട് വെള്ളം കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന വെള്ളം കുടിക്കാതെ അത് ദൈവത്തിന് സമർപ്പിച്ചിട്ട് പറഞ്ഞു, ഇവരെനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്തില്ലേ, അതെനിക്ക് അത്രയും അർഹനല്ല ഞാൻ, അല്ലെങ്കിൽ അതിന് ഞാൻ അർഹനല്ല. ഇത് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അല്ലെ, അത് ആ 3 മനുഷ്യരോട് കാണിച്ചൊരു വിലയല്ലേ. ആ 3 മനുഷ്യരുടെ മുമ്പിൽ ദാവീദ് അത്രയും നിസാരനായില്ലേ. എന്നിട്ട് അത് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആണ്. കാരണം നമ്മുടെ ലൈഫിലും ഉണ്ടാവും, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത പല കാര്യങ്ങളും നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ഒഴിച്ചിട്ടിട്ട് പോകേണ്ടി വരും, നമ്മൾ മാറ്റി പോകേണ്ടി വരും. അത് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നമുക്കത് ഉപയോഗിക്കാം. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്തതോ. ഇതുപോലെ തന്നെയാണല്ലേ എനിക്ക് തോന്നുന്നത് ഈ വിധവയുടെ കാണിക്കതുപോലെ തന്നെയല്ലേ. അതായത് അവൾക്ക് അവസാനമുള്ളതാണ്. അതായത് അത്രയും റിസ്ക് എടുത്തിട്ടൊക്കെ അവൾക്ക് കിട്ടിയതാവും, അത് കൊണ്ടുപോയിട്ടാണ് ഭണ്ഡാരത്തിലിടുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കി, അത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുകയാണ്. അതായത് അപ്പൊ ആ മനുഷ്യരുടെ മുമ്പിൽ ദാവീദ് എത്രമാത്രം വിലപ്പെട്ടവനായി കണ്ടില്ലേ. കാരണം അവർക്ക് ഇത് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നില്ല എന്നൊക്കെ അവർക്ക് തോന്നിയാണെങ്കിലും ഞങ്ങളെ വില വെച്ചത് കണ്ടില്ലേ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. കാര്യം അവര് ദാവീദിനെ അത്രമാത്രം ബഹുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ദൈവത്തെ ദാവീദ് മനുഷ്യനിലൂടെ സ്നേഹിച്ചത്.
അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വന്നപ്പോൾ പറയണത് ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമെന്ന്. അത്രയും മനുഷ്യത്വപരമായി ചെയ്ത ഒരാളുടെ മകൻ എന്നാണ് യേശു ക്രിസ്തുവിനെ അറിയപ്പെട്ടത്. അപ്പോൾ പഴയ നിയമത്തിലെ യൂദാഗോത്രത്തിലെ വേറെയും പിതാക്കന്മാരും അല്ലെങ്കിൽ വേറെയും സോളമൻ രാജാവ് അതുപോലെ ഒരുപാട് രാജാക്കന്മാരൊക്കെ ഉണ്ടായിട്ട് പോലും ഇത്രയും കാലങ്ങൾക്ക് 1000 കൊല്ലത്തിനൊക്കെ ശേഷവും ആൾക്കാർ പറയാൻ ആഗ്രഹിച്ച ഒരു പേര് ദാവീദിന്റെ പുത്ര എന്ന് പറഞ്ഞിട്ടാണ് യേശുവിനെ അറിയപ്പെടാൻ സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ ദാവീദ് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് അങ്ങനെ ദാവീദ് രാജാവിന് വില കൊടുത്ത് ആ മനുഷ്യത്വത്തെ നമ്മൾ മാനിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്കിടെ വരട്ടെ. ഒപ്പം തന്നെ ദാവീദിനെ പറ്റിയിട്ടുള്ള ഈ അറിവുകൾ നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. കാരണം പലപ്പോഴും ദാവീദ് രാജാവ് ആണ് നമ്മളെ സോളമൻ രാജാവാണ് ജെറുസലേം ദേവാലയം പണിതത്. പക്ഷെ ഈ പണിയാൻ വേണ്ടിയിട്ടുള്ള ഒട്ടുമുക്കാലും കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടാണ് ദാവീദ് രാജാവ് മരിച്ചതെന്ന് നമുക്കറിയില്ല, പലർക്കും അറിയില്ല. പിന്നെ അതുപോലെ ഈ പറയില്ലേ ഒരേടെ ഭാര്യേനെ നമ്മൾ ആ ഒരു ദിവസം കൊണ്ട് ദാവീദ് വലിയ പാപം ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ട്. ദാവീദ് രാജാവിന് വന്നുപോയ ചില പാളിച്ചകളിൽ ചെറുതാണ് ആ കാര്യങ്ങൾ. പക്ഷെ അതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. ദാവീദ് രാജാവ് ചെയ്തു വെച്ച അത്രയും വലിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. തെറ്റാർക്കും പറ്റാം അല്ലേ? അപ്പം നമ്മൾ തെറ്റുപറ്റിയ മനുഷ്യ സഹജവും അല്ലെങ്കിൽ അത് നമ്മൾ തിരുത്തുക എന്നുള്ളത് ദൈവികമായൊരു കാര്യമാണ്. അപ്പം നമ്മൾ ദാവീദ് രാജാവിനെ കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നമ്മൾ മനുഷ്യരിലൂടെ ദൈവത്തെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് ഇടവരട്ടെ അല്ലേ? അപ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു. ബൈ.